വന്ദേ മെട്രോ 2 മാസത്തിനകം ട്രാക്കിലേക്ക്. വന്ദേ മെട്രോ തീവണ്ടി ചെന്നൈയിൽ പരീക്ഷണ ഓട്ടം ഉടൻ നടത്തുമെന്ന് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അറിയിച്ചു. ജൂൺ അവസാനത്തോടെയോ ജൂലൈ ആദ്യ ആഴ്ചയിലോ വന്ദേ മെട്രോ പുറത്തിറക്കും. അതുവഴി വിദ്യാർത്ഥികൾക്കും വ്യാപാരികൾക്കും സേവന വ്യവസ്ഥയിൽ നിന്നുള്ള ആളുകൾക്കും ജോലി സ്ഥലത്തേക്കും അവരുടെ നാട്ടിലേക്കും മടങ്ങാനും വളരെ എളുപ്പത്തിലും സൗകര്യത്തോടെയും കഴിയും. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർക്കും ലക്നൌവിലെ റിസർച്ച് ഡിസൈനിങ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനും 8 കോച്ചുകളുള്ള വന്ദേ മെട്രോ റാക്കുകൾ എത്രയും വേഗം പുറത്തിറക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. വന്ദേ മെട്രോ ട്രെയിനുകൾ ഉയർന്ന ഫ്രീക്വൻസിയിൽ ഓടും. 100 കിലോമീറ്ററിൽ താഴെയുള്ള നഗരങ്ങൾക്കിടയിൽ ഈ ട്രെയിനുകൾ പുറത്തിറക്കാനാണ് ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയെന്ന് വൈഷ്ണവ് പറഞ്ഞു. വന്ദേ മെട്രോ ലഭിക്കുന്ന ആദ്യ സംസ്ഥാനങ്ങൾ ഒന്നായി ഉത്തർപ്രദേശ് മാറും. ഇതിന്റെ 2 വലിയ നഗരങ്ങൾ ലക്നൌവും കാൺപൂറും പരസ്പരം 90 കിലോമീറ്റർ അകലെയാണ്. ബീഹാറിലെ 2 വലിയ നഗരങ്ങളായ പട്നയും ബാർഗംഗയും ഏകദേശം 140 കിലോമീറ്റർ ദൂരെയാണ്. ഭാവിയിൽ ഒരു വന്ദേ മെട്രോ പ്രവർത്തിക്കുന്നതിനുള്ള ബില്ലിനും ഇത് അനുയോജ്യമാകും. ICF ചെന്നൈക്ക് പുറമെ മഹാരാഷ്ട്ര, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത സാമ്പത്തിക വർഷത്തോടെ എല്ലാ ആഴ്ചയിലും 2-3 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കാൻ റെയിൽവേക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റിന്റെ പരിഷ്കരിച്ച രൂപമാണ് 12 കോച്ചുള്ള വന്ദേ ഭാരത് മെട്രോ. മണിക്കൂറിൽ 110 മുതൽ 130 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും ഓടുക. ശീതീകരിച്ച മെട്രോ തീവണ്ടികളുടെ വാതിലുകൾ സ്വയം പ്രവർത്തിക്കുന്നവയായിരിക്കും. വലിയ ചില്ലുകളുള്ള ജനലുകളും തീവണ്ടിയുടെ ആകർഷണമാകും. ഒരു കോച്ചിൽ നിന്നും മറ്റൊരു കോച്ചിലേക്ക് എളുപ്പം നീങ്ങാനും കഴിയും. റൂട്ട് ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേയും മൊബൈൽ റീചാർജിംഗ് പ്ലഗുകളും ഉണ്ടാകും. തീവണ്ടികൾ കൂട്ടിയിടിക്കാതിരിക്കാനുള്ള കവച് സംവിധാനവും ലഭിച്ചിട്ടുണ്ട്. CCTV ക്യാമറകൾ, എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റുകൾ, മികച്ച ശൗചാലയങ്ങൾ എന്നിവയും പ്രത്യേകതകളാണ്. ഒരു കോച്ചിൽ 100 പേർക്ക് ഇരിക്കാനും 200 പേർക്ക് നിൽക്കാനുമുള്ള സൗകര്യമുണ്ടാകും. വന്ദേ മെട്രോ തീവണ്ടി ചെന്നൈയിൽ നിന്നും തിരുപ്പൂരിലേക്കായിരിക്കും ഓടുക എന്നും അധികൃതർ അറിയിച്ചു.